തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റ് വളരെ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. ബഡ്ജറ്റിൽ വളരെ കൗതുകമുള്ള, അമ്പരപ്പിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് വി രാജേഷ് മേയർ പലവട്ടം പല രൂപത്തിൽ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ പല കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായി ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ത്രീ സൗഹൃദമായ ഒരു നഗരം ആക്കും തിരുവനന്തപുരത്തെ എന്നുള്ളതാണ്. സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെടുത്തി രാത്രി കാലത്തിൽ വീട്ടിലെത്തിയ, ഹോസ്റ്റലിലെത്തിയ, പി ജിയിലെത്തിയ ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. രാത്രികാലങ്ങളിൽ യാത്രാ സൗകര്യങ്ങൾ കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് സുരക്ഷിതമായി, പ്രത്യേകിച്ച് കാരണം ഇതൊരു അർബനൈസ്ഡ് ചെയ്ത് വളർന്ന നഗരമാണ്. ഒരുപാട് ടെക്നോ പാർക്കും അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ വലിയ തോതിൽ വളരുന്നൊരു നഗരമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് സ്ത്രീ സൗഹൃദമാക്കും നഗരത്തെ എന്നാണ് ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഷീ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് യാതൊരു വൃത്തിയുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ചില കൂടാരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുത്ത് ദൂരക്കളഞ്ഞിട്ട് നല്ല എയർപോർട്ട് മോഡലിലുള്ള വാഷ്റൂമുകളും, അത് വേണമെങ്കിൽ അത്യാവശ്യം കോഫി കുടിക്കാനുള്ള സംവിധാനവും, വേണമെങ്കിൽ അവിടെ ഒരു വൈഫൈയും ഒരു ഇൻ്റർനെറ്റും ഒരു ടി വിയും ഒക്കെ വയ്ക്കുന്ന വളരെ മനോഹരമായ, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ വയ്ക്കുള്ള വളരെ മനോഹരമായ വാഷ്റൂമുകൾ, കംഫർട്ട് സ്റ്റേഷനുകൾ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് സ്ത്രീ സൗഹൃദമാക്കുന്നതിൽ അത് വരുത്താൻ ഒരു ശ്രമം വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വി രാജേഷ് പറയുന്ന മറ്റൊരു കാര്യം, താമസിക്കാൻ അഭയ കേന്ദ്രങ്ങൾ ഒരുക്കും. ധാരാളം കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ്റെ ധാരാളം കെട്ടിടങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്. അത് സ്ത്രീകൾക്ക് താമസിക്കുവാനും, പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തു നിന്നൊക്കെ തിരുവനന്തപുരത്ത് വന്ന് ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വരുന്നവർ, PSC ഇൻ്റർവ്യൂവിന് വരുന്നവർ, ഒരു ദിവസത്തെ നഗരത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വരുന്നവർ, ഇങ്ങനെ വരുന്നവർക്കുള്ള പെട്ടെന്ന് വന്ന് ഒന്ന് ഫ്രഷായി പോകാനുള്ള താമസ സൗകര്യത്തിലുള്ള ഡോർമെട്രികളാക്കി മാറ്റും. അങ്ങനെ ധാരാളം ഡോർമെട്രി സൗകര്യങ്ങൾ ഒരുക്കും തിരുവനന്തപുരത്ത് എന്ന് പറയുന്നു, കുറഞ്ഞ ചിലവിൽ. ഇപ്പോൾ കൂടെന്നൊക്കെ പറഞ്ഞിട്ട് തമ്പാനൂർ ചെറിയ സംവിധാനം, അതുപോലെ 10-20 പേർക്ക് ആ സംവിധാനത്തിൽ ഒരു സമയം പറ്റുകയുള്ളൂ. വ്യാപകമായി വിപുലമായി ഈ സംവിധാനം ഒരുക്കും. അത് എല്ലാത്തവർക്കും, ഈ മറ്റുള്ളവർ വരുന്നവർക്കും നാട്ടിലുള്ളവർക്കും കൊടുക്കാവുന്ന സംവിധാനമാണ്. അത് ഗൗരവമായി ചിന്തിക്കും എന്നാണ് പറയുന്നത്. ഷീ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ ഉള്ളത് പുതുക്കുമെന്ന് പറയുന്നു. അത് നന്നായി, വളരെ സയൻറ്റിഫിക്കായി അത് മാറ്റണം. അത് അല്ലെങ്കിൽ ആളുകൾ വിശ്വസിച്ച് അതിനകത്ത് സ്ത്രീകൾ പോവുകയില്ല. കൂടുതൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി പോവുകയില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ രാത്രികാലത്തുള്ള യാത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഷീ ഓട്ടോകളെ പ്രൊമോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഷീ ഓട്ടോകൾ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് ബസ്സുകൾ അതായത് ട്രെയിൻ വരുന്ന സൗകര്യം കണക്കാക്കി ധാരാളം ബസ്സുകൾ വരും എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് കേരള കൗമുദി ഒരു കാത്തിരിപ്പിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞ് നഗരത്തിൽ യാത്ര കഠിനമെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ചെയ്തിരുന്നു. അതും രാജേഷ് ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഫോളോ അപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരം അതിമനോഹരമായ ഒരു നഗരമാക്കി മാറ്റുമെന്നും, രാജ്യത്തെ 3 പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന് ആക്കി മാറ്റുമെന്നും, സാംസ്കാരികമായും ആത്മീയമായും സ്പിരിച്വലായിട്ടുള്ള ഒരു ടൂറിസത്തിൻ്റെ കേന്ദ്രമാക്കുമെന്നും, കാന്തള്ളൂർ ശാല സർവകലാശാല, അതായത് കാന്തള്ളൂർ ശാല അത് സർവകലാശാല പോലെയാണ് നേരത്തെ തുടങ്ങിയിരുന്നത്. ചേര-ചോള സാമ്രാജ്യത്തിൻ്റെയും കേരളത്തിലെ രാജാക്കന്മാരുടെയൊക്കെ തമ്മിലുള്ള കുടിപ്പകയുടെ ഫലമായിട്ട് കൂടിയാണ് അത് നശിപ്പിച്ചത്. കേരളത്തിൽ വടക്കൊരു നളന്തയുണ്ടായിരുന്നു. നമുക്ക് വളരെ കേരളത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോൾ പഠിക്കുമ്പോഴാണ് വളരെ മനോഹരമാണ്. ഇവിടെ പിന്നെ വലിയ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ ഒക്കെ ഉണ്ടായിരുന്നൊരു വലിയ പൈതൃകത്തിൻ്റെ നാടാണിവിടെ. ആ പൈതൃകമൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ മനോഹരമായ സ്ത്രീ സൗഹൃദമായ ഒരു സിറ്റിയാവുന്നു. മനോഹാരിത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, വേസ്റ്റ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു, സ്ട്രീറ്റ് ഡോഗ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, പിന്നെ വിവിധ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ക്ഷേത്ര നഗരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ എന്തായാലും വളരെ അടിസ്ഥാനപരമായ ഒരു പൈതൃക സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും, അതിലൂടെ അധിക വരുമാനം കോർപ്പറേഷൻ ഉണ്ടാക്കുക, ധാരാളം തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക, മനോഹരമാണ്. ഇതൊക്കെ സാധ്യമാണ്. കാരണം ആളുകളുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അവർ നല്ല കാര്യങ്ങൾക്ക് പണം കൊടുത്ത് പേ ആൻഡ് യൂസ് അവർക്ക് താല്പര്യമാണ്. നല്ല കാര്യങ്ങൾക്ക് അവർ പണം കൊടുത്ത്, പൈസ കൊടുത്ത് തന്നെ അവർ അവൈൽ ചെയ്യും. ഇപ്പോൾ മാളിലൊക്കെ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലുള്ള നല്ല ഷോപ്പിംഗ് മാളുകൾ, ഇരിക്കാൻ പറ്റുന്ന സൗഹൃദ കേന്ദ്രങ്ങൾ, നല്ല വായനശാല എന്ന് പറഞ്ഞാൽ സാധാ കുറേ ബുക്കടിക്ക് വയ്ക്കുന്ന വായനശാലയല്ല, വളരെ മനോഹരമായ ഹാളുകൾ, വായനശാലകൾ, അതുപോലെ തന്നെ റീഡിംഗ് റൂമുകൾ, ഇതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ, ഇതൊക്കെ ഹെൽത്ത് ക്ലബ്ബുകൾ, ഹെൽത്ത് ചെക്കപ്പുകൾ, ഫ്രീക്വൻ്റായിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ,
ഇതെല്ലാം തിരുവനന്തപുരത്ത് ആലോചിക്കാവുന്നതാണ്. ഇതിനെല്ലാം നാമമാത്രമായ തുകയും ഏർപ്പെടുത്താവുന്നതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ഹാപ്പിനെസ് കേരള അല്ലെങ്കിൽ ഹാപ്പിനെസ് തിരുവനന്തപുരം എന്നുള്ള നിലയിൽ വളരെ വിപുലമായ ഒരു സംവിധാനം വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി സ്ത്രീകളുടെ സൗഹൃദമായിട്ടുള്ള നഗരത്തെ സ്ത്രീ സൗഹൃദമായ ഒരു സിറ്റിയാക്കി മാറ്റുമെന്ന് മേയർ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പുതിയ മേയറെ സംബന്ധിച്ചിടത്തോളം 45 വർഷമായി തിരുവനന്തപുരത്ത് കാണാത്ത ഒരു ശബ്ദം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണമാകട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാകട്ടെ, ബൈറ്റുകളാകട്ടെ, കാഴ്ചപ്പാടാകട്ടെ വളരെ വലുതാണ്. അത് തിരുവനന്തപുരത്ത് നടന്നാൽ തീർച്ചയായിട്ടും അത് BJP എന്നതിനപ്പുറം നല്ലൊരു പക്വതയുള്ള, നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന, നന്നായി വിഷ്വലൈസ് ചെയ്യുന്ന, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത്, കേരളത്തിൽ എത്രയോ മേയർമാരുണ്ട്. തിരുവനന്തപുരം മേയറുണ്ട്, കൊല്ലത്തിന് മേയറുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിക്കുണ്ട്, കോഴിക്കോടിനുണ്ട്, തൃശ്ശൂരിനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ മേയർമാരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് 5ഓളം കോർപ്പറേഷനുണ്ട്. ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ മറ്റൊരു കാര്യം, അത് കഴിഞ്ഞ ഭരണസമിതിയുടെ ആണെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷന് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് മേടിക്കാനായി കണ്ണൂരിൽ പോയിരിക്കുന്നു എന്നാണ് വാർത്ത അറിയുന്നത്. അപ്പോൾ എന്തായാലും 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. തുടർ വർഷങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ 1ാം സ്ഥാനവും അല്ലെങ്കിൽ ലോകോത്തരമായൊരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ് സ്ത്രീകളുടെ സ്വതന്ത്രമായിട്ടുള്ള യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും, അതുപോലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ് നഗരത്തിൽ. അത് ഒരുക്കേണ്ടത് തന്നെയാണ്. അത് ഒരുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നഗരത്തെ ഒരു സ്ത്രീ സൗഹൃദ പിന്നെ പേരിൽ മാത്രമല്ല സ്ത്രീ സൗഹൃദം, യഥാർത്ഥത്തിലുള്ളൊരു സ്ത്രീ സൗഹൃദമായിട്ടുള്ള വിമൺ ഫ്രണ്ട്ലി സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റും. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ഡോർമെട്രികൾ, ഹോസ്റ്റലുകൾ, മറ്റ് റൂമുകൾ, ചെറിയ സംവിധാനങ്ങൾ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ആട്ടോകൾ, അതുപോലെ തന്നെ രാത്രിയിലെ ബസ് സൗകര്യങ്ങൾ, വേളിയിൽ നിന്നുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ പല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇത് ഉണ്ടാക്കും എന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തിനെ ഒരു സ്ത്രീ സൗഹൃദ നഗരമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ ഒരു സ്പിരിച്വൽ ലാൻഡാക്കി തിരുവനന്തപുരത്തെ, അതായത് ഒരു ക്ഷേത്ര ടെമ്പിൾ ലാൻഡാക്കിയും കൂടി മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരും, ഒരുപാട് പേർക്ക് തൊഴിൽ വരും. അങ്ങനെ ഒരു നഗരമാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിലേക്കാണ് കോർപ്പറേഷൻ നീങ്ങുന്നത്. നടക്കട്ടെ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് അതനുസരിച്ച് നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കാം.